102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 10 സെക്കൻഡ്. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രമണി ചേലാട്ട്. വിവിധ മതങ്ങളും ജാതികളും ആചാരങ്ങളും ഒന്നിച്ചു ചേർന്നു കഴിയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. വിവിധ മതങ്ങൾ ഒരുമയോടെ കഴിയുകയും ഏതു മതവിശ്വാസത്തെയും മാനിക്കുകയും മറ്റു ദർശനങ്ങളെ സ്വാംശീകരിക്കുകയും ചെയ്യുന്ന ഒരു പൈതൃകമാണ് നമുക്കുള്ളത്. ജാതിമത വിദ്വേഷങ്ങളെ തുടച്ചു മാറ്റാനായി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് ലളിതമായി വ്യാഖ്യാനിച്ച ശ്രീനാരായണ ഗുരുദേവൻ ജന്മം കൊണ്ടത് ഈ കേരളഭൂമിയിലാണ് എന്നതാണ് സത്യം. ആധുനികവും മതനിരപേക്ഷവുമായ ഒരു പ്രബുദ്ധ ഭാരതത്തിന്റെ സൃഷ്ടിക്കു വേണ്ടി ശബ്ദമുയർത്തിയ വിവേകാനന്ദനും പിൽക്കാലത്ത് അത് ഓർമ്മിപ്പിച്ച ഗാന്ധിജിയും ജനിച്ചത് ഈ ഭാരതമണ്ണിൽ തന്നെയല്ലേ? ഐശ്വര്യപൂർണമായ ആ പാരമ്പര്യങ്ങളിൽ നിന്നെല്ലാം വഴിമാറിപ്പോയ അനുഭവങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ കാണുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ജാതിമത വർഗമൈത്രി ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ വിശ്വാസിക്കും തന്റെ മതം അനുശാസിക്കുന്നതും തനിക്ക് ശരിയെന്ന് തോന്നുന്നതുമായ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അരുതരുതു വിരോധം ഭിന്നവർഗങ്ങളെല്ലാം ഒരു ചരടിലിണക്കിക്കോർത്ത പുഷ്പങ്ങളത്രേ. ഭിന്നവർഗങ്ങളും ജാതികളുമൊക്കെയായി കാണുന്ന മനുഷ്യർ ഒരു ചരടിലിണക്കിക്കോർത്ത പുഷ്പങ്ങളാണ്. തമ്മിൽ ഒരു വിരോധവും ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും യോജിച്ചു ജീവിക്കണം. എത്ര ഭംഗിയായ സന്ദേശം അല്ലേ? സനാതനധർമ്മമാണ് ഭാരത സംസ്കാരത്തിന്റെ ഉറവിടം. ലോക സമസ്ത സുഖിനോ ഭവന്തു വസുധൈവ കുടുംബകം, ലോകമേ തറവാട് എന്നു തുടങ്ങിയ ഉത്കൃഷ്ട ചിന്തകളുടെ ഉത്ഭവം നമ്മുടെ ജന്മഭൂമിയിൽ നിന്നാണ് ഉണ്ടായതെന്ന് നമുക്ക് അഭിമാനിക്കാം. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗിരീയസി എന്ന കാളിദാസ വചനം ശ്രേയസ്കരമാണ്. ഒരു ജനതയുടെ ഒത്തൊരുമയെ ഇല്ലാതാക്കും വിധം മതത്തിന്റെ പേരിൽ സമൂഹത്തിലും രാഷ്ട്രത്തിലും നടക്കുന്ന സംഘർഷങ്ങൾ പല വിധത്തിലാണ്. നൂറുകണക്കിന് ധീരാത്മാക്കളുടെയും ദേശപ്രേമികളുടെയും ജീവരക്തം നമ്മുടെ ഭാരതാംബയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുൻപിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു നഗ്ന സത്യം മാത്രമാണ്. ഒരൊറ്റ ജനത, ഒരൊറ്റ ഇന്ത്യ എന്ന തത്വത്തിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു ഇന്ത്യൻ സംസ്കാരം. ജാതി, മതം, ഭാഷ, ആചാരം, വേഷം, ഭക്ഷണം തുടങ്ങി എല്ലാ തുറകളിലും വ്യത്യസ്തരാണ് ഇന്ത്യക്കാർ. എങ്കിൽ ഭാരതമെന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന ഒരു ചിന്താഗതിയിലൂടെ നീങ്ങിയ ബലമാണല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യം. അമരത്വം നൽകുന്ന അമൃത് പോലെയാണല്ലോ ഏതൊരുവനും സ്വാതന്ത്ര്യം. അഖണ്ഡതയാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിലും വിഘടനവാദം നമ്മുടെ ദേശീയ ഭദ്രതയ്ക്ക് ഒരു കോട്ടമായി ഭവിക്കുന്നു. ഉള്ളൂർ തന്റെ കവിതയിലൂടെ ഒരമ്മ തൻ മക്കൾ സഹോദരർ നമ്മൾ പരസ്പരം മല്ലിട്ടൊടുങ്ങിയിടുന്നല്ലോ എന്ന് വിലപിക്കുന്നു. ഇന്ന് ലോകമാസകലം അസംതൃപ്തിയും അസമാധാനവും കാണാൻ കഴിയുന്നു. ഭാരതത്തിന്റെ അധപ്പതനം വിവിധ രാഷ്ട്രീയ കലാപങ്ങളാണെന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. ലോകചരിത്രത്തിൽ അനവധി യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ മിക്കതിന്റെയും കാരണം സ്വാതന്ത്ര്യാഭിനിവേശം തന്നെയായിരുന്നു. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും മഹാത്മജിയുടെ അഹിംസാ സിദ്ധാന്തത്തെ കൈപ്പിടിച്ചാൽ ഒരക്രമത്തിനും നാം മുതിരില്ല. മതമാത്സര്യത്തിന്റെയും വൈരത്തിന്റെയും കാട്ടുതീ കെടുത്താൻ അതത് കാലത്ത് മതപ്രവാചകന്മാർ ശാന്തിയുടെയും രഞ്ജിപ്പിന്റെയും നീരൊഴുക്കിയിട്ടുണ്ട്. ഭാരതത്തിനു വേണ്ടി സർവസ്വവും ത്യജിച്ച നമ്മുടെ പൂർവികരായ രാജ്യസ്നേഹികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും ദ്രോഹം ദ്വേഷത്തെ നീക്കിടാ സ്നേഹം നീക്കിയിടും ഓർക്ക നീ എന്ന് ആശാനും ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതം നല്ലോ
എന്ന് വള്ളത്തോളും തന്റെ തൂലികയിലൂടെ പകർന്നു തന്ന സ്നേഹത്തിന്റെ ഉദാത്തമായ സന്ദേശം ഏറെ ചിന്തനീയമാണ്. മതമൈത്രിക്ക് വേണ്ടി മാനവമൈത്രിക്ക് വേണ്ടിയും ഭാരതാംബയുടെ മക്കൾ ഒന്നിച്ച് അണിനിരക്കുക. ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ സ്വപ്നങ്ങൾ അതുവഴി സാക്ഷാത്കരിക്കപ്പെടട്ടെ. രമണി ചേലാട്ട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 9947545221. നമ്പർ ആവർത്തിക്കാം, 9947545221.